ശ്രീധരൻ നമുക്ക് ഒപ്പമുണ്ട്. ശ്രീധരൻ, ഒരു വല്ലാത്ത തീപിടുത്തമായിരുന്നു. ബൈക്കിന്റെ ഫ്രണ്ട് ടയർ പോയി എന്ന് തോന്നുന്നു അല്ലേ? വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? ദിവസേട്ട നമ്മൾ ഈ സാധാരണ ഈ കടത്തിണ്ണയിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ഒരു ചായക്കടയുടെ മുമ്പിലൊക്കെ നിന്ന് ആളുകൾ പുകവലിക്കുന്നൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പതിവ് കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ പരസ്യമായിട്ടുള്ള പുകവലിയൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്പസ്വല്പമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. അങ്ങനെ സിഗരറ്റ് വലിച്ച് സിഗരറ്റിന് തീ കൊളുത്തി തീപ്പെട്ടിക്കൊള്ളി താഴേക്ക് ഒന്നിട്ടതാണ് ഈ കാണുന്ന നാട്ടുകാരൻ. പക്ഷേ പെട്ടെന്ന് ഒരു തീഗോളം അവിടുന്ന് ഉണ്ടാവുകയാണ്. അവർ പെട്ടെന്ന് അങ്ങോട്ട് ആകെ ചകിതരായി അവിടുന്ന് ഓടി മാറുന്നൊക്കെ ആ ദൃശ്യങ്ങൾ കാണാം. സംഭവിച്ചത് മറ്റൊന്നുമല്ല, അതിനു മുമ്പ് നമ്മൾ ഈ തീ പിടിക്കുന്നതിന് അല്ലെങ്കിൽ ഇയാൾ ആ സിഗരറ്റ് കത്തിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അവിടെ നിന്ന് മാറ്റിവെക്കുന്നുണ്ട്. ആ സ്കൂട്ടറിൽ ഒരു 5 ലിറ്റർ പെട്രോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്യാനിലായിരുന്നു ആ പെട്രോൾ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആ ക്യാനിന് ചോർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ആ പെട്രോൾ ലീക്കായി അവിടെ തറയിലൊക്കെ വീണ് കിടക്കുകയായിരുന്നു. ഇതറിയാതെയാണ് ഈ നാട്ടുകാരനായിട്ടുള്ള വ്യക്തി, സാധാരണ അദ്ദേഹം അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ആളാവും, അദ്ദേഹത്തിൻ്റെ ഒരു ഭാവവാഹാദികളൊക്കെ കണ്ടാൽ നമുക്ക് കാണാം, അദ്ദേഹം ആ സിഗരറ്റിന് തീ കൊളുത്തി അലക്ഷ്യമായി അത് താഴേക്ക് എറിയുകയാണ്. എറിയുമ്പോൾ കൃത്യം ചെന്ന് വീഴുന്നത് ഈ ഒഴുകി പരന്ന പെട്രോളിലേക്കാണ്. അതിന് തീപിടിച്ച് സമീപത്തുള്ള കടകളിലേക്കൊക്കെ ചെറിയ തോതിൽ പടർന്നു. അതോടൊപ്പം തന്നെ ഇതിൽ കൂട്ടത്തിൽ നിന്ന ഒരാളുടെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ ബൈക്കിൻ്റെ മുൻഭാഗം കത്തി നശിക്കുന്നു. അയാൾ ആ ബൈക്ക് തീയിൽ നിന്ന് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആ ബൈക്കിലേക്ക് തീ പിടിക്കുകയാണ് ഉണ്ടായത്. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ്. ഒരുപക്ഷെ ഈ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ എറിഞ്ഞ ഒരാളുടെ അശ്രദ്ധയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെട്രോൾ ലീക്ക് ചെയ്തത് അറിയാതെ, അല്ലെങ്കിൽ ആ പെട്രോൾ ഇങ്ങനെ പരസ്യമായി ഇത്ര അധികം പെട്രോൾ കൊണ്ടുപോയി ആ പാത്രത്തിന് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ പരിശോധിക്കാതെ ഇത്രയും അധികം പെട്രോൾ കൊണ്ടുവന്ന ആളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കൃത്യമായിട്ട് ഒരു ശ്രദ്ധ ഈ കാര്യത്തിലൊക്കെ വേണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസ്ഥലത്ത് പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതൊന്നും പാടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിനോടൊപ്പം നൽകേണ്ടതുണ്ട്. ശരിയാണ്. എന്തായാലും കൂടുതൽ അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ ഒരു ആളുകൾക്ക് എന്തെങ്കിലും പരിക്കേൽക്കുക അങ്ങനത്തെ സാഹചര്യം ഒന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് ഈ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമുക്ക് ഈ വാർത്ത പറയാനേ കഴിയില്ല. വേറെ എന്തെങ്കിലും സംഭവിച്ചാണ്. എന്തായാലും ഭാഗ്യം മറ്റൊന്നും ഉണ്ടായില്ല. ശരി ശ്രീധര.